വനം വകുപ്പിന് ഈ ഒരു കാര്യത്തിൽ വീഴ്ചയുണ്ടായി. ഇതുപോലുള്ള ആളുകളെയൊക്കെ എടുത്തിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം രൂക്ഷ വിമർശനവുമായിട്ട് മുന്നിലേക്ക് വന്നു. അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പോൾ ലേറ്റായിട്ട് വിമർശനം നടത്തിയെന്നുള്ള അറിയില്ല. എന്തായാലും വേടന്റെ ഉറച്ച നിലപാട് കണ്ടിട്ട് നമ്മുടെ സർക്കാർ തന്നെ ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്. അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, എന്തായാലും പേടിച്ചിട്ടുണ്ട്. ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പെട്ടെന്ന് തളർത്തിക്കളയാമെന്ന് വിചാരിച്ച സർക്കാരും അതിനൊപ്പം നിൽക്കുന്ന പോലീസുകാരും ഫോറസ്റ്റുകാരും ഒക്കെ ഒന്ന് പേടിച്ചു. ഇപ്പോൾ അങ്ങനെ പേടിച്ചതിൻ്റെ ഫലമായിട്ട് വേടനെതിരെ സംസാരിച്ചിരുന്ന ആളുകൾ വേടന് വേണ്ടി സംസാരിക്കുകയാണ്. അതോടൊപ്പം വേടന് ജാമ്യവും കിട്ടി. വേടൻ അതിനുശേഷം, അതായത് ജാമ്യം കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. മാധ്യമങ്ങളെ കണ്ട സമയത്തോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിന് മുൻപും വേടന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. വേടൻ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പാട്ട് കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു, എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇനി അടുത്ത് നല്ല പാട്ടുകൾ വരും എന്ന് പറഞ്ഞതിന് ശേഷം വേടനെ വീണ്ടും പോലീസുകാർ കൊണ്ടുപോയി. പിന്നീട് അതിനുശേഷം ജാമ്യം കിട്ടി വേടൻ പുറത്തിറങ്ങിയപ്പോൾ മീഡിയയോട് പറഞ്ഞത്, എനിക്ക് ഒട്ടും വയ്യ, ഞാൻ തളർന്നിരിക്കുകയാണ്, എനിക്കിപ്പോൾ ഓരോരുത്തരോട് ഉത്തരങ്ങൾ പറയാൻ വയ്യ, എന്തായാലും ഞാൻ കോമൺ ആയിട്ട് ഉത്തരങ്ങൾ പറയാം,